ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി പൊതിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ ഇതാ പൊതിച്ചോറിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല വാഴ ഒന്ന് ചൂടാക്കി വെട്ടി കൊണ്ടുവച്ചിരിക്കുന്നത്. അതുപോലെ അത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് നമ്മൾ നല്ല ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറുവരിയാണ്, അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്ന് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത് ചെമ്മീൻ്റെ ഒരു ഇതാട്ടോ. അതായത് ചെമ്മീൻ പൊരിച്ചിട്ട് അതിലേക്ക് ഉള്ളിയും മല്ലിയിലയൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്ന ഒരു ഇതാട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ പൊരിച്ചെടുത്താൽ. സാധാരണ ചെമ്മീൻ സാധാ പോലെ പൊരിച്ചെടുക്കുന്നവരുണ്ടെങ്കിൽ അത് പൊരിച്ച് വന്നതിന് ശേഷം അതിലേക്ക് ലേശം ബോംബാള്ളി അരിഞ്ഞിട്ടിട്ട് ഒരു ഉള്ളി ഫുള്ളായിട്ട് അരിഞ്ഞിടുക. എന്നിട്ട് അതിലേക്ക് ലേശം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളിതാ ഇതുപോലെ വഴുതനൻ്റെ ഉപ്പേരി ആട്ടോ വെച്ചെടുക്കുന്നത്. വഴുതന ഉപ്പേരിയാക്കി വെച്ചിട്ടുണ്ടേനു, അപ്പോൾ അതും ലേശം വെച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെച്ചെടുക്കാൻ പോകുന്നത് നാരങ്ങൻ്റെ അച്ചാറാട്ടോ. ലേശം നാരങ്ങൻ്റെ അച്ചാർ നമ്മൾ ആ സൈഡിൽ ഇങ്ങോട്ട് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, നമ്മൾ ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസ് മാത്രമായിട്ടാണ് നമ്മൾ വെച്ചെടുക്കുന്നത്. പിന്നെ ഒരു മുട്ട പൊരിച്ചും കൂടി വെച്ചെടുക്കുന്നുണ്ട്. അതിനിടയിൽ കറണ്ട് പോയിട്ടോ. അപ്പോൾ ഇതിലേക്കൊരു പപ്പടം കൂടി വെച്ചെടുക്കുന്നുണ്ട്. ഇനി ലേശം ചെമ്മീൻ്റെ കറി ആട്ടോ, തേങ്ങ അരച്ചിട്ട്. ഇപ്പോൾ ഇത് എല്ലാം പാടി വെച്ചിട്ട് നമ്മൾ പൊതിച്ചോറ് അങ്ങോട്ട് കെട്ടാൻ പോവാട്ടോ. ഇനി ഇത് നമ്മൾ കഴിക്കാൻ നേരത്തെ തുറക്കുള്ളൂ. നമ്മൾ ഇത് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറക്കാമെന്നാണ് വിചാരിച്ച്. അപ്പോൾ ഈ പൊതിച്ചോറ് കണ്ടപ്പോഴേ അനിയൻ പറഞ്ഞത് അനിയനക്ക് വേണമെന്ന്. അതുകൊണ്ട് നമ്മൾ ഇത് ഓന് വന്നിട്ട് തിന്നോട്ടെ വെച്ചെടുത്ത ശേഷം പുറത്തൊക്കെ പോയി വന്നപ്പോഴത്തേക്ക് രാത്രി ആയിട്ടോ. പിന്നെ അവന് രാത്രിയിൽ അത് തുറന്ന് കഴിച്ചത്, പക്ഷെ ഒന്നും ആയിട്ടില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു കയർ വെച്ചിട്ട്, കയറല്ല ഒരു തുണിക്കഷ്ണം വെച്ചിട്ട് നമ്മൾ പൊതിച്ചോറ് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ പൊതിച്ചോറ് രാത്രിയപ്പോൾ തുറക്കുമ്പോഴുള്ള അവസ്ഥ കേട്ടോ. ഇതാ ഇതുപോലെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പൊതിച്ചോറ് പറഞ്ഞാൽ കുറേ സാധനങ്ങളൊന്നും ആവശ്യമില്ല, കുറച്ച് സാധനം മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് എല്ലാവരും ലൈക്ക് ചെയ്യണേ. കടുമാങ്ങയുണ്ട് കേട്ടോ.